നമസ്കാരം. VBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. നാടെങ്ങും വിവിധ പരിപാടികളോടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മർച്ചന്റ് യൂത്ത് വിങ്ങിന്റെയും നഗരസഭയുടെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് തൊടുപുഴയിൽ വർണ്ണാഭമായ ഘോഷയാത്രയും നടത്തി. അനാവശ്യ സമരങ്ങളും വിവാദങ്ങളും വികസനം തടസ്സപ്പെടുത്തുകയാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ 67ാം സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ പതാക ഉയർത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ ഇടുക്കിയിൽ നടന്നു. മന്ത്രി PJ ജോസഫ് പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. വെട്ടിമറ്റം ഗവൺമെന്റ് സ്കൂളിൽ ദീപിക നമ്മുടെ ഭാഷാ പദ്ധതിക്ക് തുടക്കമായി. റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ KR വേണുഗോപാലപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ വിജ്ഞാനമാതാ പള്ളിയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പിതൃവേദി തൊടുപുഴ വിജ്ഞാനമാതാ പള്ളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇടവക ഡയറക്ടറിയും പുറത്തിറക്കി. വികാരി ഫാദർ മാത്യൂസ് നന്തളം പ്രകാശനം നിർവഹിച്ചു. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. വിവിധ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പതാക ഉയർത്തിയും റാലി സംഘടിപ്പിച്ചുകൊണ്ടുമാണ് നാടെങ്ങും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് തൊടുപുഴ ലയൺസ് ക്ലബ്ബിൽ പതാക ഉയർത്തി. വൈസ് പ്രസിഡന്റ് R രമേശാണ് പതാക ഉയർത്തിയത്. ചടങ്ങിൽ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്കായി നിരപ്പേൽ മാത്യു തോമസിന് 10,000 രൂപ കൈമാറി. സോൺ ചെയർമാൻ റോയി ലൂക്ക്, K മുരളീധരൻ, SB നായർ, ദീപു ജയറാം, ബൈജു ശിവറാം തുടങ്ങിയവർ പങ്കെടുത്തു. തൊടുപുഴ ജയറാണി സ്കൂളിൽ നടന്ന ആഘോഷങ്ങൾക്ക് പ്രിൻസിപ്പൽ സിസ്റ്റർ ഇൻഫ്രന്റ് ട്രീസ നേതൃത്വം നൽകി. ലാലിയമ്മ ജെയിംസ്, പാർത്ഥിവ് S, ജനമൈത്രി സബ് ഇൻസ്പെക്ടർ S സോജൻ, മരിയ മാത്യു, ഗ്രേസ് ബിജു തുടങ്ങിയവർ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. മുട്ടം ഗവൺമെന്റ് പോളിടെക്നിക്കിൽ NCC കേഡറ്റുകളുടെയും വിദ്യാർത്ഥിനികളുടെയും നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന റാലി നടത്തി. മുട്ടം പോളിയിൽ നിന്നാരംഭിച്ച റാലി ടൗൺ ചുറ്റി പോളിടെക്നിക്കിൽ സമാപിച്ചു. കുടയത്തൂർ ശരംകുത്തി റെസിഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിലും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ശരംകുത്തിയിൽ നിന്ന് ആരംഭിച്ച റാലി കാഞ്ഞാർ ജനമൈത്രി സബ് ഇൻസ്പെക്ടർ TR രാജൻ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ ജോയി മൈക്കിൾ മുഖ്യാതിഥിയായിരുന്നു. തുടർന്ന് ക്യൂസ് മത്സരം, ചർച്ച, യോഗം എന്നിവയും നടന്നു. TM ചന്ദ്രശേഖരപിള്ള, ജയരാജ് M നായർ, NV ബാലചന്ദ്രൻ, മുരളീധരൻ നായർ പരിയാരത്ത്, രഘുനാഥപിള്ള ഇടയ്ക്കപ്പുഴ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തൊടുപുഴ ചാഴികാട്ട് ആശുപത്രിയിൽ ഡോക്ടർ CS സ്റ്റീഫൻ പതാക ഉയർത്തി. ആശുപത്രിയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ഡോക്ടർമാരും സ്റ്റാഫുകളും നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളും പങ്കെടുത്തു. മണക്കാട് ശാന്തിനികേതൻ വിദ്യാഭവന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഗാന്ധി സ്ക്വയറിലേക്ക് ഘോഷയാത്ര നടത്തി. കുട്ടികൾ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തി.
കരിമണ്ണൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ പതാക ഉയർത്തലും മധുര പലഹാര വിതരണവും നടത്തി. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാബു എബ്രഹാം, ജോളി അഗസ്റ്റിൻ, ടി.കെ. നാസർ, എ.എൻ. ദിലീപ് കുമാർ, സിബി കുഴിക്കാട്ട്, ആൻസി വിൻസെന്റ്, ഇ.എം. അയ്യപ്പൻ, അനിൽകുമാർ, രാജേഷ് തോമസ്, ജോസഫ് കുട്ടിയിൽ എന്നിവർ നേതൃത്വം നൽകി. കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരിപാടികളോടെയാണ് സ്വാതന്ത്ര്യദിനാഘോഷം നടത്തിയത്. സ്കൂൾ മാനേജർ റവറന്റ് ഡോക്ടർ സ്റ്റാൻലി കുന്നേൽ പതാക ഉയർത്തുകയും യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ജോളി അധ്യക്ഷത വഹിക്കുകയും ഇടുക്കി ജില്ലാ ശിശു സംരക്ഷണ സമിതി ചെയർമാൻ പി ജി ഗോപാലകൃഷ്ണൻ നായർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു. കരിമണ്ണൂർ സബ് ഇൻസ്പെക്ടർ കെ ജോസ്, PTA പ്രസിഡന്റ് സോമി പറയനിലം, മനീഷ മാത്യു എന്നിവർ സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോസഫ് ജോൺ മുരിങ്ങമറ്റത്തിൽ സ്വാഗതം പറഞ്ഞു. 66 വയസ്സ് എന്ന് പറയുന്നത് തികച്ചും ബാല്യം തന്നെയാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ ശൈശവം എന്ന് പോലും നമുക്ക് പറയാവുന്ന ഒരവസ്ഥ. ഈ ബാല്യത്തിൻ്റെ വികാസവും വളർച്ചയും നിങ്ങളിൽ അധിഷ്ഠിതമാണ്. നിങ്ങൾക്കറിയാം, 121 കോടി ജനങ്ങളുള്ള ഭാരതത്തിൽ 48 കോടി കുഞ്ഞുങ്ങളാണ്. ഈ കുഞ്ഞുങ്ങളാണ് ഭാവിയുടെ നാളത്തെ വാഗ്ദാനം. നിങ്ങളിലാണ് ഭാരതത്തിൻ്റെ നിലനിൽപ്പ്. പന്നൂർ അങ്കണവാടിയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ വാർഡ് മെമ്പർ എ.എൻ. ദിലീപ് കുമാർ പതാക ഉയർത്തി. ഹോമിയോ ഡോക്ടർ പ്രേംകുമാർ, അംഗൻവാടി ടീച്ചർ സെലിൻ, വത്സ ടി.കെ. എന്നിവർ പ്രസംഗിച്ചു. പന്നൂർ ADSന്റെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ വാർഡ് മെമ്പർ എ.എൻ. ദിലീപ് കുമാർ പതാക ഉയർത്തി. ഡോക്ടർ പ്രേംകുമാർ, ADS പ്രസിഡന്റ് രജനി രാജു, ലീലാമ ജോസ്, സലോമി വർഗീസ്, സുജ രവി, മേരി പുളിക്കത്തൊട്ടിയിൽ, ഉഷ, വാർഡിലെ കുടുംബശ്രീ യൂണിറ്റ് അംഗങ്ങൾ എന്നിവർ സ്വാതന്ത്ര്യദിനാഘോഷത്തിന് നേതൃത്വം നൽകി. കലൂർക്കാട് പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി ജോൺ കരിന്തോളിൽ ദേശീയ പതാക ഉയർത്തി സന്ദേശം നൽകി. കലൂർക്കാട് YMCയിൽ പ്രസിഡന്റ് ജോബി ജോസ് നെടുങ്കലയിൽ പതാക ഉയർത്തി. കോസ്മോപൊളിറ്റൻ റീഡിംഗ് ക്ലബ് ആൻഡ് ലൈബ്രറി പ്രസിഡന്റ് ബിജു ജോസഫ് പതാക ഉയർത്തി. മർച്ചന്റ് അസോസിയേഷനും വിവിധ സാംസ്കാരിക സംഘടനകളും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. കലൂർക്കാട് പോലീസ് സ്റ്റേഷനിൽ സർക്കിൾ ഇൻസ്പെക്ടർ മാത്യു ജോർജ് പതാക ഉയർത്തുകയും മറ്റ് സേനാ അംഗങ്ങൾക്ക് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു. എല്ലാ സേനാ അംഗങ്ങളും പരേഡിൽ അണിനിരന്നു. കലൂർ ഐപ്പ് മെമ്മോറിയൽ സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു. സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ കലൂരിലെ വിവിധ സംഘടനകൾ നേതൃത്വം വഹിച്ചു. 1500ഓളം വരുന്ന കുട്ടികളും രക്ഷകർത്താക്കളും ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. ഫാദർ മാത്യു വടക്കുംപാടം യോഗ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഐപ്പ് വർഗീസ് കൊച്ചുകുടി പതാക ഉയർത്തി. വാർഡ് മെമ്പർ ഷേർലി വർഗീസ്, കലൂർ സെന്റ് ജോൺസ് UPHM റോബർട്ട് വണ്ടാനക്കര, PS രത്നാകരൻ, റോട്ടറി ക്ലബ് പ്രസിഡന്റ് ആന്റണി പുതിയടം, ഐപ്പ് മെമ്മോറിയൽ HM ജോർജ് C കാക്കനാട് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് നടന്ന ഘോഷയാത്രയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. തുടർന്ന് മധുര പലഹാര വിതരണവും നടത്തി. അനാവശ്യ സമരങ്ങളും വിവാദങ്ങളും വികസനം തടസ്സപ്പെടുത്തുകയാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ 67ാം സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ പതാക ഉയർത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തരം സമരങ്ങൾ കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത് എന്ന് ചിന്തിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രിമാരായ ഷിബു ബേബി ജോൺ കൊല്ലത്തും, KM മാണി എറണാകുളത്തും, PJ ജോസഫ് ഇടുക്കിയിലും, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്തും, അടൂർ പ്രകാശ് പത്തനംതിട്ടയിലും, CN ബാലകൃഷ്ണൻ പാലക്കാട്ടും, ആര്യാടൻ മുഹമ്മദ് മലപ്പുറത്തും, മഞ്ഞളാംകുഴി അലി കോഴിക്കോട്ടും, PK ജയലക്ഷ്മി വയനാട്ടിലും, AP അനിൽകുമാർ കാസർകോട്ടും ദേശീയ പതാക ഉയർത്തി. സംസ്ഥാനത്ത് ഇപ്പോൾ 125 സ്റ്റാർട്ടപ്പുകൾ ഉണ്ടെന്നത് ഈ പദ്ധതിക്ക് വിദ്യാർത്ഥികളുടെ ഇടയിൽ ലഭിച്ച വൻപിച്ച സ്വീകാര്യതയുടെ പ്രതിഫലനമാണ്. ഈ ഗവേണൻസ് പദ്ധതിയും സേവനാവകാശ നിയമവും നടപ്പിലാക്കിയതോടെ സംസ്ഥാനത്ത് സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിൽ അത്ഭുതപൂർവമായ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. 14 ജില്ലകളിൽ നടപ്പിലാക്കിയ ഈ ഡിസ്ട്രിക്ട് പദ്ധതിയിലൂടെ 38.3 ലക്ഷം സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. വിവരാവകാശം ഉൾപ്പെടെ 30ഓളം സേവനങ്ങൾ കൂടി 3 മാസത്തിനുള്ളിലും 100 സേവനങ്ങൾ കൂടി വർഷത്തിനുള്ളിലും ഓൺലൈനിൽ ലഭ്യമാക്കും. ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ ഇടുക്കിയിൽ നടന്നു. മന്ത്രി PJ ജോസഫ് പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. പോലീസ്, എക്സൈസ്, NCC, സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് തുടങ്ങിയ വിഭാഗങ്ങൾ ഗ്രൗണ്ടിൽ അണിനിരന്നു. മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. തുടർന്ന് സ്വാതന്ത്ര്യ സമര സേനാനികളെ ആദരിച്ച് സമ്മാനദാനവും നടത്തി. സബ് ഇൻസ്പെക്ടർ
ശ്രീ ER ശശിധരൻ, സ്കൗട്ട്സ് കേന്ദ്രീയ വിദ്യാലയ പൈനാവ്, ശ്രീ ER ശശിധരൻ പരിപാലന. മർച്ചന്റ് യൂത്ത് വിങ്ങിന്റെയും നഗരസഭയുടെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് തൊടുപുഴയിൽ വർണ്ണാഭമായ ഘോഷയാത്ര നടത്തി. സമ്മേളനം മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മർച്ചന്റ് യൂത്ത് വിങ്ങിന്റെയും നഗരസഭയുടെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടത്തി. ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ഘോഷയാത്ര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മുൻ MP ഫ്രാൻസിസ് ജോർജ് ഫ്ലാഗ് ഓഫ് ചെയ്തു. തുടർന്ന് ദ്രോണാചാര്യ അവാർഡ് ജേതാവ് തോമസ് മാഷിനെ ആദരിച്ചു. സ്വാതന്ത്ര്യദിന ഘോഷയാത്രയിൽ ജില്ലയിലെ കായിക താരങ്ങൾ, NCC, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്, സ്റ്റുഡൻസ് പോലീസ്, എക്സൈസ് വകുപ്പിന്റെ കീഴിലുള്ള ക്യാൻഡിൽ ലൈറ്റ് പ്രോജക്റ്റിലെ കുട്ടികൾ, ജൂനിയർ റെഡ് ക്രോസ്, വ്യാപാരി വ്യവസായികൾ, തൊഴിലാളികൾ, വിവിധ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ അണിനിരന്നു. ഘോഷയാത്രയ്ക്ക് ശേഷം മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന സമാപന സമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. യുവജനതയാണ് ഏറ്റവും വലിയ ശക്തി. ഐക്യമുള്ള മുന്നേറ്റം, വിദ്യാഭ്യാസ രംഗത്തുള്ള മുന്നേറ്റം, ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഇന്ത്യയെ പിടിച്ചു നിർത്തുന്ന വിദ്യാഭ്യാസ മേഖലയിലെ വളർച്ചയാണ്. ആരോഗ്യത്തെ പ്രതിജ്ഞാബദ്ധമായ നമ്മുടെ യുവജന ദാരിദ്ര്യവും പരിപൂർണമായി ഇല്ലാതാക്കാൻ കഴിയുന്നത്. ദാരിദ്ര്യരഹിതമുള്ള ആളുകളെ അവർ ഉയർത്തുന്നു. എല്ലാവർക്കും ഭക്ഷണം, പാർപ്പിടം, തൊഴിൽ ഇത് ഉറപ്പാക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടെ ഇന്ത്യ മുന്നേറുകയാണ്. ഈ മുന്നേറ്റത്തിൽ ഒറ്റക്കെട്ടായി നമുക്ക് ഏവർക്കും പ്രതിജ്ഞയെടുക്കാം. സ്വാതന്ത്ര്യം സംരക്ഷിക്കും. നാം ഒറ്റക്കെട്ടായിരുന്നു സമുദായ സൗഹാർദ്ദം നിലനിർത്തും. ഇന്ത്യ ഒറ്റ ജനതയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നേറാൻ മാത്രം പറഞ്ഞുകൊണ്ട് ശ്രീ തോമസ് മാഷ് നമുക്കെല്ലാം അഭിമാനമാണ്. അനേക വർഷങ്ങൾ നീണ്ടുനിന്ന അർപ്പണബോധത്തോടുകൂടിയുള്ള പ്രവർത്തനത്തിന് മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് അധ്യക്ഷത വഹിച്ചു. KVVS ജില്ലാ പ്രസിഡന്റ് മാരിൽ കൃഷ്ണൻ നായർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അനില ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലയിൽ നിന്നുള്ള ദേശീയ സംസ്ഥാന തലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ യോഗത്തിൽ അഭിനന്ദിച്ചു. VBC ന്യൂസ് തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. നാടെങ്ങും വിവിധ പരിപാടികളോടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മർച്ചന്റ് യൂത്ത് വിങ്ങിന്റെയും നഗരസഭയുടെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് തൊടുപുഴയിൽ വർണ്ണാഭമായ ഘോഷയാത്രയും നടത്തി. അനാവശ്യ സമരങ്ങളും വിവാദങ്ങളും വികസനം തടസ്സപ്പെടുത്തുകയാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ 67ാം സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ പതാക ഉയർത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ ഇടുക്കിയിൽ നടന്നു. മന്ത്രി PJ ജോസഫ് പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. വെട്ടിമറ്റം ഗവൺമെന്റ് സ്കൂളിൽ ദീപിക നമ്മുടെ ഭാഷാ പദ്ധതിക്ക് തുടക്കമായി. റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ KR വേണുഗോപാലപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ വിജ്ഞാനമാതാ പള്ളിയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പിതൃവേദി തൊടുപുഴ വിജ്ഞാനമാതാ പള്ളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇടവക ഡയറക്ടറിയും പുറത്തിറക്കി. വികാരി ഫാദർ മാത്യൂസ് നന്തളം പ്രകാശനം നിർവഹിച്ചു.
Silks, Kottayam, Todupuzha, Thrissur. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.